61ാം ദേശീയ പുരസ്കാര വിജയികളെ പ്രഖ്യാപിക്കുന്ന വേദിയിൽ മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപിക്കവേ ജൂറി ചെയർമാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പേര് ഈ ലിസ്റ്റിലില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അന്ന് ആ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ്. മലയാളിക്ക് അറിയാത്ത ഒരാളായിരുന്നില്ല അത്. അറിയാമെന്ന് മാത്രമല്ല, നമ്മുടെ സ്വീകരണ മുറികളിൽ വളരെ സ്വീകാര്യനായ ഒരാൾ. എന്നാൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആ നടനാണ് ലഭിച്ചത് എന്ന് മലയാളികൾ വിശ്വസിക്കാൻ പാടുപെട്ടു. 3 തവണ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച നടനാണ്. എങ്കിലും ആരും അത്ര നാൾ ആ നടനെ ഹാസ്യ നടനായല്ലാതെ കണ്ടിരുന്നില്ല. അതൊരു വഴിത്തിരിവായിരുന്നു. സ്വന്തമായി ട്രേഡ് മാർക്ക് ഉണ്ടായിരുന്ന, ഇന്നും അതുള്ള നടൻ ഹാസ്യ നടൻ എന്ന ലേബൽ പൊളിച്ചെറിഞ്ഞ് ഡൈവേഴ്സായ നായകനായും വില്ലനായും സ്വഭാവ നടനായും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വഴിവെട്ടി തുടങ്ങിയ മാറ്റം. സുരാജ് വെഞ്ഞാറമൂട് നേടിയെടുത്ത മാറ്റം. റിമോട്ടിനറ്റത്ത് കിട്ടിയിരുന്ന അയാളുടെ പെർഫോമൻസ് കാണാൻ പ്രേക്ഷകർ സ്വീകരണ മുറികളിൽ നിന്ന് എണീറ്റ് തിയേറ്ററിൽ പോകുന്നു എന്ന്. ഗുലാന്റെ കൂടെയുള്ള അപ്പുക്കുട്ടനായും മഹിയുടെ കൂടെയുള്ള ഗിരിയായും ക്യൂബ മോന്തനെ പറ്റിക്കുന്ന ജെയിംസായും മല്ലയ്ക്ക് പണി കൊടുക്കാൻ നടക്കുന്ന ദശമൂലം ദാമുവായും അച്ചുവിന്റെ കൂടെയുള്ള പീതാംബരനായും നമ്മളെ ചിരിപ്പിച്ചയാൾ പവിത്രനായും പ്രസാദായും എൽദോയായും ഭാസ്കര പൊതുവാളായും പ്രേക്ഷകരുടെ മുൻവിധികൾ പാടെ പൊളിച്ചിടുന്നു. തിരുവനന്തപുരം ഭാഷ പലപ്പോഴായി പലരും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അതിനൊരു മുഖമായത് സുരാജ് വെഞ്ഞാറമൂടാണ് എന്നതിൽ തർക്കമില്ല. അത് തന്റെ ഐഡന്റിറ്റി തന്നെയാക്കി അദ്ദേഹം എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു. എന്തരോ എന്നത് വടക്കോട്ടുള്ളവർക്ക് സുരാജ് വെഞ്ഞാറമൂട് തന്നെയല്ലേ? സംസ്ഥാന സർക്കാർ ഹാസ്യ നടനുള്ള അവാർഡ് നിർത്തലാക്കുന്നതിന് മുൻപ് അവസാനം ആ അവാർഡ് ലഭിച്ചത് സുരാജ് വെഞ്ഞാറമൂടിനാണ്. ഹാസ്യ നടൻ എന്നാൽ നല്ല നടൻ എന്നത് ഇന്നും നമുക്കാർക്കും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് നാഷണൽ അവാർഡ് പ്രേക്ഷകരെ ഞെട്ടിച്ചു. പേരറിയാത്തവർ എന്ന ചിത്രം എത്ര പേർ കണ്ടു എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ ഇത്തിരി നേരം വന്നു പോകുന്ന പവിത്രനെ കണ്ടപ്പോൾ പ്രേക്ഷകരിടാൻ ഞെട്ടൽ മാറി. പക്ഷെ അത്ഭുതം അവിടെ അവസാനിക്കുന്നില്ല. പിന്നീടും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വരുമ്പോൾ പ്രസാദിനെ നമുക്ക് മുന്നിൽ വെക്കുന്നു. ഭാസ്കര പൊതുവാളാകട്ടെ മെയ്യനക്കത്തിൽ, കൂനിക്കുടിയുള്ള നിൽപ്പിൽ, നടപ്പിൽ, ഭാഷയിൽ അതുവരെ കാണാത്തൊരാളെ കാണിച്ചു തരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിൽ MVD കുരുവിളയായും, ജനഗണമനയിലെ സാജൻ കുമാറായും, കാണയിലെ അച്ഛൻ തുടങ്ങി എത്രയെത്രയോ കഥാപാത്രങ്ങൾ. ഭാസ്കര പൊതുവാൾ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ച് കൈക്ക് അപകടം പറ്റിയ സുരാജിനോട് മിമിക്രി കാലത്തൊക്കെ സിനിമയുടെ കാര്യം പറയുമ്പോൾ വലത് കൈ കൊണ്ട് ഒരു ചായ കുടിക്കുന്ന രംഗമെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്കുള്ള ഉത്തരമാണത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആകട്ടെ വില്ലനാണ് അയാൾ. ആണധികാരത്തിന് മുഖം മൂടിയില്ലാത്ത വില്ലൻ. അയാളോട് വെറുപ്പ് തോന്നും. ഡ്രൈവിംഗ് ലൈസൻസ്, അഡിയോസ് അമിഗോ തുടങ്ങി അയാൾ മത്സരിച്ച് അഭിനയിക്കുന്ന ചിത്രങ്ങളുണ്ട്. 2001 മുതൽ ഇങ്ങോട്ട് 250ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു. എങ്കിലും കരയിപ്പിക്കുന്ന ആളായി മാത്രം തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. താൻ കോമഡി മിസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. തെക്ക് വടക്ക് ടീസർ വരുമ്പോൾ സകലമാന മാർക്കുകളും പൊളിച്ചെറിഞ്ഞ് മത്സരിക്കുന്ന സുരാജിനെയും വിനായകനെയും കാണാം. സുരാജ് വെഞ്ഞാറമൂടിന് അതൊരു ഹോം കമ്മിങ് കൂടെയാകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സുരാജ് കഥാപാത്രം ഏതാ എന്ന് ചോദിച്ചുകൊണ്ട് ക്യൂ സ്റ്റുഡിയോ ഒരു ലിസ്റ്റ് ഇടുമ്പോൾ ദശമൂലം ദാമു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ വിജയിക്കുന്നുണ്ട്. അയാളുടെ തമാശ കാണാൻ അയാളെ പോലെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്.